ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. എല്ലാവരും എന്ത് പറയുന്നു? സുഖമായിട്ടിരിക്കല്ലേ? ഞങ്ങളും അടിപൊളിയായിട്ടിരിക്കുകയാണ്. ഞങ്ങളുണ്ടല്ലോ ഇന്നിപ്പോ നമ്മുടെ മക്കളെയും കൊണ്ട് ജസ്റ്റ് ഒന്ന് പാർക്കിൽ പോകാൻ വേണ്ടിട്ട് പോവാണ് കേട്ടോ. കുറെ അധികം നാളായിട്ടുണ്ട് നമ്മള് പിള്ളേരെയും കൊണ്ട് പാർക്കിലൊക്കെ പോയിട്ട്. ഞാനിവിടെ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ടാണോ എന്നറിയില്ല, ഹംന വന്നിട്ടുണ്ട്. ഇതെന്തെന്നാ? ഇതാരാ തന്നത്? അബ്ബ തന്നതാണോ റേഷൻ കാർഡ്? എടുത്തു വെക്കട്ടെ? പാർക്കിൽ പോവാം? ഓക്കെ പറഞ്ഞേ. ഓക്കേ, ഹംനയുടെ റെഡി മണിയായിട്ട് നടക്കുന്നുണ്ട് കേട്ടോ പോവാനായിട്ട്. ഇക്കാക്കത് ഇവിടെ റെഡി ആയിട്ടൊക്കെ നിക്കുന്നുണ്ട്. ഹലോ, ക്യാപ്പൊക്കെ വെച്ചാണോ വന്നത്? ക്യാപ്പ് വെച്ചിട്ട് എങ്ങനെ ഹെൽമെറ്റ് വെക്കും? ലുക്കുണ്ടോ പക്ഷെ ക്യാപ്പ് വെക്കുമ്പോ? ഇവിടെ ഒന്നും ശരിക്കും ക്ലിയർ ആവണില്ല. ഇവിടെ നോക്കട്ടെ, ഒന്ന് വെച്ചേ, കാണിച്ച് നോക്കട്ടെ. ലുക്കാണ്. ഈ താടി മുടിയൊക്കെ വന്ന പടിയൂലേ. ഇവിടെ എന്താ തല്ലുപിടുത്തം? എന്താ ഹയാസ് ഹംനയും കൂടി? അത് തരും. നിന്റെയൊക്കെ അവക്കും കൂടി കൊടുക്കാനുള്ളതല്ലേ. ഷെയറിങ് ഈസ് യാ. ഹംന ഇക്കാക്ക് ക്യാപ്പ് കൊണ്ടേ കൊടുക്ക്, ഇക്കാക്ക് കൊടുക്ക്. അപ്പൊ ഇതേ നമ്മള് പോവാനായിട്ട് റെഡി ആയി നിക്കാണ്. ഇപ്പൊ സമയം ഒരു 3:30-4 മണിയായിട്ടുണ്ട്. ഇക്കാക്ക് ജനലടയ്ക്കാനുണ്ട് കേട്ടോ. ഇവിടെ ഉമ്മിച്ചില്ല, ഒരു മരിപ്പുണ്ട്. അപ്പൊ ഉമ്മിച്ചൊക്കെ അങ്ങോട്ട് പോയേക്കാണ്. അപ്പൊ പോകുന്ന വഴി എന്റെ വീട്ടിലേക്കൊന്ന് കയറാനുണ്ട്. അപ്പൊ വീട്ടിൽ കയറിയിട്ട് വേണം പോവാനായിട്ട്. കുറെ അധികം നാളായി നമ്മൾ പാർക്കിലേക്ക് പോയിട്ട്. നമ്മൾ പോകുന്നത് സയൻസ് പാർക്കിലേക്കായിരിക്കും കേട്ടോ മിക്കവാറും. കളമശ്ശേരിയിലുള്ള സയൻസ് പാർക്കിലേക്കാണ്. ഹയാസ് ഹെൽമെറ്റ് വെച്ചേക്കണോ? ഇത് വണ്ടി വാങ്ങിച്ചപ്പോ കിട്ടിയ ഹെൽമെറ്റ് ആണ് കേട്ടോ. ഹയാസിന്റെ ഭാഗമാണോ? കറക്റ്റ് ആണോ? ലൂസാണ് കാക്ക. അത് ടൈറ്റ് ചെയ്യാൻ പറ്റുമോ സ്ട്രാപ്പ്? അപ്പൊ അതെ ഞങ്ങള് പോവാനായിട്ട് റെഡി ആയിട്ടൊക്കെ നിക്കാണ്. അപ്പൊ പോകുമ്പോ കാണാവേ. ഹെൽമെറ്റ് മുഖ്യം ബിജിലെന്ന് പറഞ്ഞ പോലെ ഹയാസ് ഹെൽമെറ്റ് വെക്കാണ്. സെറ്റാണോ വെച്ചിട്ട്? ഇടയ്ക്ക് ചൂരിട്ട് ഞാൻ വെക്കേണ്ടി വരും കാക്ക. 2 ഹെൽമെറ്റ് വെക്കേണ്ടി വരും. അതെനിക്ക് കറക്റ്റാണ് ആ സ്ട്രാപ്പ്. വാ ഹംന, ചെരുപ്പിട്. ഹംന തുമ്പി. ഹംന എവിടെ പോണേണ്? പാർക്കിൽ പോണേണോ? ഹംനയുടെ കമ്മലൊന്ന് കാണിച്ചു കൊടുത്ത്. കമ്മൽ കാണിച്ചു കൊടുത്ത്. അത് പാർക്കിൽ പോയിട്ട് കളിക്കോ? ഹയാസ് കളിക്കോ പാർക്കിൽ പോയിട്ട്? നല്ലോണം കളിക്കും. ഹയാസാണ് കേട്ടോ എന്റെ വീഡിയോസ് അല്ലേ. ഹയാസ് ഇത് ഹെൽമെറ്റ് ഒക്കെ വെച്ച് സെറ്റ് ആയിട്ടിരിക്കുന്നുണ്ട്. കംഫർട്ടാണോ ഹയാസ്? ഹംന ഇക്കാക്ക എവിടെ? ഇക്കാക്ക എവിടെ? ഓ ഇക്ക അവിടെ വരാണ്. പോവാണോ? അപ്പൊ നമ്മള് പോകുന്നത് 2 വീലറിനാണ് കേട്ടോ. ഹയാസ് ഹെൽമെറ്റ് വെച്ചപ്പോ തന്നെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ 2 വീലറിനാണ്. അപ്പൊ തിരിച്ചു വരുമ്പോഴേക്കും ഇനി എന്തായാലും ഇരുട്ടും. ആ സമയത്ത് വെക്കാനായിട്ട് മങ്കി ക്യാപ്പ്, 2 പേരെ മങ്കി ക്യാപ്പ്, പിന്നെ ഹംനയുടെ ഹയാസിന്റെ ഓരോ പേര് ഡ്രസ്സും കൂടി ഞാൻ എടുത്തിട്ട് വെക്കുന്നുണ്ട് ഇതിനകത്ത്. അടച്ചോട്ടെ, സെറ്റല്ലേ? ഫോൺ വെക്കണ്ട. ഏത് ഫോണോ വെക്കണ്ട. അതതിനകത്ത് വെച്ച് ഇനി ചൂടാവൂലിരുന്ന്. നമ്മളിനി അത് യൂസ് ചെയ്യൂലല്ലോ തിരിച്ചു വരുന്നവരെ. ചെരുപ്പ് എവിടെ കൊച്ചിന്റെ? ചെരുപ്പ് അവിടെ ബാക്കിലുണ്ടാവും. ആ മറ്റേ ചെരുപ്പ് എടുത്തത്, അല്ലെങ്കിൽ മറ്റേ ബ്ലാക്ക് ഉണ്ട് സ്കൂളിൽ യൂസ് ചെയ്യണോ, അതെടുത്തത്. അബ്ബയും മോനും കൂടി ഇവിടെ ഹെൽമെറ്റ് വെക്കാനുള്ള ചർച്ച. നോക്കട്ടെ ഹേസ്. ഓക്കെ ഹംന പോവാം. ഓക്കെ ബൈ. മാറിക്ക് മാറിക്ക് മാറിക്ക്. നീ ഫ്രണ്ടിലാണ്. കേരള ഹംന ബാക്കിൽ കയറിക്കോ. വാ വാ വാ, നമുക്ക് അവിടെ നിന്ന് കയറാം. അപ്പൊ ഇറക്കിയിട്ട് എനിക്ക് ഗേറ്റ് എടുക്കണം. പൊക്കോ 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 പോ. ഓർഡർ വാ വാ. ഞങ്ങ പോണേണ്. അപ്പൊ പിന്നെ ഇങ്ങോട്ട് വന്നതിനാണ് ഇത്ര കഷ്ടപ്പെട്ട്? ഇവിടം വരെ വന്നിട്ട് അങ്ങോട്ട് പോയാ പോരായിരുന്നോ? ഇവിടം വരെ വന്നിട്ട് കണ്ടില്ലാന്ന് പറയാൻ വന്നാണോ? വീഡിയോ കോൾ ചെയ്താൽ കാണിക്കാവുന്ന. ഹായ്.
പൊക്കോട്ടെ ഞങ്ങള്. ടാറ്റ കൊടുക്ക്, ടാറ്റ കൊടുക്ക്. ഞങ്ങൾ വീട്ടിലേക്ക് വരുന്ന കാര്യം ഞാൻ ഉമ്മിച്ചിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഞങ്ങൾ ഇറങ്ങാൻ നിൽക്കുമ്പോൾ പോലും ഉമ്മിച്ചി ഒന്ന് വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഉമ്മിച്ചാണെങ്കിൽ ജസ്റ്റ് ഇതേ ജോലി കഴിഞ്ഞ് വന്നിട്ടേ ഉള്ളൂ വീട്ടിലേക്ക്. ഞങ്ങൾക്ക് ഇവിടെ അടുത്ത് വരെ വരേണ്ട ഒരു അത്യാവശ്യം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അവിടെ വരെ വരുമ്പോൾ വീട്ടിൽ കയറാതെ പോകുന്നത് ശരിയല്ലല്ലോ. അങ്ങനെയാണ് ഞങ്ങൾ വീട്ടിലേക്ക് വന്നത്. ഉമ്മിച്ചിയുടെ ഞങ്ങളുടെയൊക്കെ വിഷൻ ഒരേ സൈഡുകളിലേക്ക് പോകുന്നത് വേറൊന്നും കൊണ്ടല്ല കേട്ടോ. വീടിന്റെ ഇരുവശത്തും പണിക്കാരുണ്ട്. അപ്പൊ അങ്ങോട്ടേക്കാണ് ഞങ്ങൾ ഈ നോക്കുന്നത്. അയ്യ അങ്ങനെയൊക്കെ തുറക്കല്ലേ. എന്റെ വീട്ടിലേക്ക് വരുന്നത് ഒരിക്കലും പ്ലാൻ ചെയ്തിട്ടല്ല കേട്ടോ. മിക്കവാറും അൺഎക്സ്പെക്ടഡ് ആയിട്ടായിരിക്കും ഞാൻ വീട്ടിലേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ ഉമ്മിച്ച് ഭയങ്കര കെയർഫുൾ ആയിരിക്കും കേട്ടോ. മക്കൾക്ക് കൊടുക്കാനായിട്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങി എപ്പോഴും ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. ഇന്നിപ്പോ വീട്ടിലെത്തിയപ്പോ പിള്ളേർക്കായിട്ട് സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു ഫ്രൂട്ടിയാണ് കേട്ടോ. ഹയാസിനോടാണെങ്കിൽ കഴിഞ്ഞ കുറച്ചധികം നാളായിട്ട് നമ്മൾ നോ പറയുന്ന ഒരു സാധനമാണ് ഈ ഫ്രൂട്ടി. നോ പറഞ്ഞേക്കുന്ന സാധനം പെട്ടെന്ന് കയ്യിലേക്ക് കിട്ടിയപ്പോ ഹയാസ് ഡബിൾ ഹാപ്പിയാണ് കേട്ടോ. പിന്നെ ഞാനും ഇക്കാകെ അതിൽ നിന്ന് കുറേശ്ശെ ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് കുടിച്ചത് അങ്ങോട്ട് തീർത്തു കൊടുത്തിട്ടുണ്ട്. പോവാ ഉമ്മ കൊടുക്കും ഉമ്മച്ചിക്ക്. അങ്ങനെ ഉമ്മിച്ചിനോട് ബൈ പറഞ്ഞ് ഞങ്ങളിപ്പോ കളമശ്ശേരി എത്തിയിട്ടുണ്ട്. സെന്റ് പോൾസ് സ്കൂളിൽ എത്തിയപ്പോൾ ഞാൻ ഹയാസിനെ കാണിച്ചു കൊടുക്കാണ് കേട്ടോ. ഇവിടെയാണ് നമ്മുടെ ബ്രദറിന്റെ മോള് പഠിക്കുന്നത്. അപ്പൊ ദീദിയുടെ സ്കൂളാണെന്നും പറഞ്ഞ് ഹയാസിനെ കാണിച്ചു കൊടുത്തതാണ്. ഹയാസിനാണെങ്കിൽ കാറ്റടിച്ചപ്പോ മുതൽ നല്ല രീതിയിൽ ഉറക്കം വരുന്നുണ്ട്. ടൂ വീലറിനായതുകൊണ്ട് ഉറങ്ങാതിരിക്കാൻ നമ്മൾ മാക്സിമം ശ്രദ്ധിക്കണമല്ലോ. ഈ ഒരു റൂട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഒരു ഫോറസ്റ്റിലെ കൂടെയൊക്കെ നമ്മൾ പോകുന്ന പോലെയാണ് ഇതിലൂടെ പോകുമ്പോൾ എനിക്ക് ഫീൽ ചെയ്യാറുള്ളത്. എറണാകുളത്ത് ടൗൺ ഏരിയയിൽ തന്നെ ഇതുപോലത്തെ ഒരു സ്പേസ് കാണാന്നൊക്കെ പറയുന്നത് വളരെ വിരളമായ കാര്യമാണ്. അപ്പൊ എന്തായാലും ഇതിലൂടെ പോകുന്ന യാത്ര ഞങ്ങൾ മാക്സിമം എൻജോയ് ചെയ്യാറുണ്ട്. ഹംനാക്കും ദേ ഇപ്പൊ നല്ല രീതിയിൽ ഉറക്കം വരുന്നുണ്ട് കേട്ടോ. നമ്മള് ടൂ വീലറിന് ഇറങ്ങിയത് ഇന്നാണെങ്കിൽ ഗാന്ധി ജയന്തിയാണ്. അപ്പൊ നല്ല രീതിയിൽ ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ ആ ഒരു ട്രാഫിക്കിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ്. ഫൈനലി ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ ആയ ചിൽഡ്രൻ സയൻസ് പാർക്കിലേക്ക് ഞങ്ങൾ എത്തിയിട്ടുണ്ട്. ഇവിടെ വന്നപ്പോഴാണ് ആ നഗ്ന സത്യം ഞങ്ങൾ തിരിച്ചറിഞ്ഞത്. ഇന്നാണെങ്കിൽ പാർക്ക് അവധിയാണ് കേട്ടോ. ഇവിടെ എന്തൊക്കെയോ പണി കാര്യങ്ങളൊക്കെ നടക്കാണ്. വന്നത് എന്തായാലും മുതലായില്ല എന്ന് മനസ്സിലായി. ആക്ച്വലി ഇങ്ങോട്ടേക്ക് വരാനുണ്ടായ കാരണം ഞാനൊരു ഇൻസ്റ്റഗ്രാം റീലിൽ ഇവിടെ കുറെ അധികം ആക്ടിവിറ്റീസും റൈഡ്സ് ഒക്കെ ഇങ്ങനെ വന്നതായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. സോ ഹയാസിനൊക്കെ മാക്സിമം എൻജോയ് ചെയ്യാൻ പറ്റും എന്നുള്ളത് കൊണ്ടാണ് കേട്ടോ ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പൊ ഇവിടെ വന്നപ്പോ ഈ ആക്ടിവിറ്റീസിന്റെ ആ കാര്യങ്ങളുടെയൊക്കെ ആണെന്ന് തോന്നുന്നുണ്ട്. സിപ്പ് ലൈൻ ഒക്കെ വരുന്നുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ പണിയാണ് നടക്കുന്നതെന്നാണ് പുറത്ത് നിന്നപ്പോ മനസ്സിലായത്. ഒരുപാട് ആളുകൾ ഞങ്ങളെ പോലെ തന്നെ പാർക്ക് അവധിയാണെന്ന് അറിയാതെ വന്നിട്ട് തിരിച്ചു പോകുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ അവിടെ പാർക്കിങ്ങിൽ കുറച്ചു നേരം വണ്ടിയൊക്കെ ഇട്ടു. അവിടെ സൈഡിൽ ഒരു വോക്ക് വേ പോലെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവിടെ നിന്നു. ഇക്കാണെങ്കിൽ അപ്പൊ തന്നെ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്തു കേട്ടോ. ഇവിടെ നിന്ന് അടുത്ത് പോയിട്ട് കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ എവിടെയെങ്കിലും സ്ഥലമൊക്കെ ഉണ്ടോന്ന്. അപ്പൊ ആലുവ പാർക്ക് അങ്ങനെ കാക്കനാട് പാർക്ക് അതൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ സമയം നോക്കിയപ്പോ ഏതാണ്ട് 5 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അങ്ങോട്ടേക്കൊക്കെ ചെന്ന് ഇവർ കളിക്കാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ എന്തായാലും ഇരുട്ടും. അപ്പൊ എന്തായാലും ഇനി അതിനോട് താല്പര്യമില്ല. ഞാൻ പറഞ്ഞു ഇവിടെ തന്നെ നമുക്ക് സ്പെൻഡ് ചെയ്യാം. അങ്ങനെ ഹയാസിന് ഒരു സ്ട്രോബെറിയുടെ ബാറൊക്കെ വാങ്ങിച്ചു കൊടുത്തു കേട്ടോ. സ്ട്രോബെറി ബാർ വാങ്ങിച്ചത് ഹയാസിനായിട്ടാണെങ്കിലും ഞങ്ങൾ 4 പേരും അതിൽ നിന്ന് കഴിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങളുടെ സ്ഥിരം പരിപാടി കുറെ ഫോട്ടോസും വീഡിയോസും എല്ലാം ഇവിടെ നിന്ന് അങ്ങോട്ട് എടുത്തു. ഞങ്ങൾ എവിടെയാണോ നിൽക്കുന്നത് അവിടെ തന്നെ സന്തോഷം കണ്ടെത്താനാണ് കേട്ടോ ഞങ്ങൾ ഇപ്പൊ ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ മാക്സിമം ഇവിടെ നിന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലെല്ലാം ഞങ്ങൾ എൻജോയ് ചെയ്തു. അങ്ങനെ ഒരു കുറച്ചധികം നേരം അവിടെ നിന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇനി തിരിച്ചു പോകാനുള്ള പ്ലാനാണ്. ഹയാസിന് ചെറുതായിട്ടല്ല നല്ല രീതിയിൽ ഉറക്കം വരുന്നത് കൊണ്ട് ഇനിയിപ്പോ വണ്ടി കയറിയിട്ടുണ്ടെങ്കിൽ ഉറങ്ങുന്നുള്ളത് മനസ്സിലാക്കിയതുകൊണ്ടാണ് കേട്ടോ ഈ ബാക്കിലേക്ക് ഇരുത്തിയേക്കുന്നത്. ഹംനെ ഹയാസും കൂടി ഇരിക്കുന്നുണ്ട്. നേരെ ഞങ്ങൾ പോയത് ഭാരത് മാതാ കോളേജിന്റെ ഫ്രണ്ടിലുള്ള ബജിക്കടയിലേക്കാണ്. മുന്നേ ഒരു തവണ ഞാനും ഇക്കാക്കയും കൂടി കാക്കനാട് ഒരു ആവശ്യത്തിന് വന്നപ്പോൾ തിരിച്ചു പോയ സമയത്ത് ഇവിടെ നിന്ന് ഉരുളക്കിഴങ്ങ് ബജി കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പൊ ഇത്തവണ ഹയാസിനെയും കൂടി കൂട്ടി വന്നിട്ട് ഇത് കഴിപ്പിക്കാന്ന് ഓർത്താണ് വന്നത്. ഹയാസ് ആണെങ്കിൽ ഇവിടെ വന്നപ്പോൾ സെലക്ട് ചെയ്തത് ഇതാ ഈ ഒരു കോളിഫ്ലവർ ബജിയാണ് കേട്ടോ. അതിങ്ങനെ ചൂടോടുകൂടി പൊരിച്ചിട്ടായിരുന്നു. അപ്പൊ അവനിക്ക് അതും സോസും മതി എന്ന് പറഞ്ഞിട്ട് അതൊരു പ്ലേറ്റ് അങ്ങോട്ട് വാങ്ങിച്ചു. ഇങ്ങനെയുള്ള തട്ടുകടയിലൊക്കെ കയറുമ്പോൾ നമുക്ക് നല്ല ചൂടോടുകൂടി ഫുഡ് കിട്ടും. ആകെ ഒരു പ്രശ്നം വരുന്നത് നമ്മളിവിടെ ഇങ്ങനെ നിന്ന് കഴിക്കേണ്ടതായിട്ട് വരും. സീറ്റിംഗ് സെറ്റപ്പ് ഒന്നും ഉണ്ടാവില്ല. നമ്മൾ തന്നെയായിട്ട് വരുമ്പോൾ അതൊന്നും വലിയ പ്രശ്നങ്ങളല്ല. പക്ഷെ പിള്ളേരായിട്ട് വരുമ്പോൾ അതൊക്കെ ഒരു പ്രശ്നമാണ്. അപ്പൊ ഹയാസിനേക്കാകെ ടൂ വീലർ സെന്റർ സ്റ്റാൻഡ് ഇട്ടിട്ട് അതിന്റെ പൊക്കത്തേറ്റി ഇരുത്തിയിട്ടുണ്ട്. എനിക്കും മിക്കാകുമായിട്ട് ഓരോ സെറ്റ് മുട്ട ബജിയും പൊട്ടറ്റോ ബജിയും കൂടിയാണ് കേട്ടോ വാങ്ങിച്ചത്. ഇവിടുത്തെ പൊട്ടറ്റോ ബജി അടിപൊളിയാണ്. നിങ്ങൾ ആരെങ്കിലും ഇതിലേ പോകുന്നുണ്ടെങ്കിൽ വൈകുന്നേരം സമയമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കയറി ട്രൈ ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അങ്ങനെ ഹയാസിനും ഹംനാക്കും കോളിഫ്ലവർ ബജി മതി. പിന്നെ ഞങ്ങൾ കഴിച്ചപ്പോൾ ഞാൻ ഹയാസിനെ കൊണ്ടൊന്ന് കഴിച്ചു നോക്കടാന്നും പറഞ്ഞ് ആ പൊട്ടറ്റോ ബജി ഒന്ന് കൊടുത്ത് കഴിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ചായയും ബജിയും കൂടി ഒരുമിച്ച് വാങ്ങിച്ച് കയ്യിൽ പിടിച്ച് കുടിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ ബജി കഴിച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ ചായ വാങ്ങിച്ചത്. ഞാനും മിക്കാക്കി മാത്രമേ ചായ വാങ്ങിച്ചുള്ളൂ. പിള്ളേർക്ക് പിന്നെ ചായ വേണ്ടല്ലോ. എന്നാലും ഞങ്ങൾ ഞങ്ങളുടെ ഇന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ 2 പേർക്കും.
അങ്ങനെ അടിപൊളിയായിട്ട് ചായയൊക്കെ കുടിച്ച് വയറൊക്കെ ഫില്ല് ചെയ്ത് തിരിച്ച് അവിടെ നിന്ന് വീട്ടിലേക്ക് പോരുന്ന സമയത്താണ് നമ്മുടെ സൈൻ ലബാൻ കണ്ണിൽപ്പെട്ടത്. മുന്നേ ഞങ്ങൾ ഒരു തവണ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അന്നാണെങ്കിൽ പെരുമഴയായിരുന്നു. ഈ സൈൻ ലബാൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത ടൈം ആയിരുന്നു എന്ന് തന്നെ പറയാം കേട്ടോ. പക്ഷെ ഞങ്ങൾക്ക് അന്ന് ഭയങ്കര ക്യൂ ഒക്കെ ആയിരുന്നു. ഇതിന്റെ അകത്തേക്ക് കൂടി എൻട്രൻസ് കിട്ടിയില്ല. അന്നാണെങ്കിൽ പെരുമഴ നല്ല ടൈം ഡിലേ ഒക്കെ വരുന്നതുകൊണ്ട് ഞങ്ങൾ അന്ന് സുല്ലിട്ട് വീട്ടിലേക്ക് തിരിച്ചു പോയിട്ടുണ്ടായിരുന്നു. ഇന്നാണെങ്കിൽ ഇവിടെ തിരക്കിന് ഭയങ്കര കുറവുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഞങ്ങൾ എന്തായാലും കയറിയതാണ്. കൂടെ പിള്ളേരും ഉണ്ടല്ലോ. ചായ കുടിച്ചിട്ട് അധികം സമയം ആവാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾ എന്തായാലും ടേക്ക് അവേ എടുക്കാൻ നിർത്തും. പിന്നെ അവിടെയാണെങ്കിൽ ഇരിക്കാനുള്ള സെറ്റപ്പ് ഭയങ്കര കുറവാണ് കേട്ടോ. അപ്പൊ പിള്ളേരായിട്ട് ഇവിടെ ഇരിക്കണ്ട, നമുക്ക് എന്തായാലും വീട്ടിൽ പോയിട്ട് കഴിക്കാൻ ഓർത്തേ. സ്ഥലം കാട്ടിയാല് ലോട്ടസ് പ്ലസ് പിസ്താച്ചിയോ എന്ന് പറഞ്ഞൊരു ഫ്ലേവർ ആണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. 350 റുപ്പീസ് ആണ് ഇതിനായിട്ടുണ്ടായിരുന്നത്. ആ ബില്ല് ഇത് ഞങ്ങൾ അവിടെ നിൽക്കുന്ന സമയം കൊണ്ട് ഹംന കണ്ടുപിടിച്ചതാണ് കേട്ടോ. തൊട്ടപ്പുറത്തെ കടയിലത്തെ നെയിം ബോർഡ് അതിലെ ബേബിനെ കാണാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. പിന്നെ ഹംനയുടെ തന്ത്രപ്പാട് മുഴുവനും. അങ്ങനെ ഞങ്ങൾ ബില്ല് ചെയ്തു. കുറച്ചധികം സമയത്തിനുള്ളിൽ ഞങ്ങളുടെ സാധനം ഞങ്ങളുടെ കയ്യിലേക്ക് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോ ഇതും വെച്ച് വീടെത്തുന്നത് വരെ ഒരു കട്ട വെയിറ്റിംഗ് ആണ് കേട്ടോ. ഹയാസ് ആണെങ്കിൽ പിന്നെ ഉറങ്ങിയില്ല എന്ന് പറയാം. അങ്ങനെ ഞങ്ങൾ സൈൻ ലബാനും കയ്യിൽ വാങ്ങിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോവാണ്. വീടെത്തിയപ്പോഴേക്കും ഇരുട്ടിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് വരുന്ന വഴി സോപ്പ് ഓയിൽ, ഹാൻഡ് വാഷ് അങ്ങനെ കുറച്ച് സാധനങ്ങളും കൂടി വാങ്ങിക്കാനുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു സൈൻ ലബാൻ ഡെസേർട്ട് വാങ്ങിച്ചതുകൊണ്ട് തന്നെ ആദ്യം വന്നത് എന്റെ വീട്ടിലേക്കാണ്. എന്തായാലും ഇത് വാങ്ങിയതല്ലേ ഉമ്മിച്ചിക്ക് കൊടുത്തിട്ട് പോവാന്നുള്ള പ്ലാനിലാണ് ഇങ്ങോട്ടേക്ക് വന്നത്. ഉമ്മിച്ചി ആണെങ്കിൽ ഇതൊട്ട് കഴിച്ചതും ഇല്ല കേട്ടോ. പിന്നെ ഞാനും മിക്കാകെ ഹയാസും കൂടി ഇതിന്റെ ടേസ്റ്റിംഗ് സെക്ഷൻ നടത്തായിരുന്നു. ഹംനയാണെങ്കിൽ അപ്പോഴേക്കും ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഈജിപ്ഷ്യൻ ഡെസേർട്ടിന്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് അടിപൊളിയാണ്. സ്വീറ്റ് ലവേഴ്സ് അതുപോലെ തന്നെ ഡെസേർട്ട് ലവേഴ്സ് എന്തായാലും ട്രൈ ചെയ്തോളൂ. പിന്നെ എനിക്കിത് ഓപ്പൺ ചെയ്ത സമയത്ത് ഇത് കുറച്ചും കൂടി ഒന്ന് ഫില്ല് ചെയ്യാറുണ്ട് തോന്നിട്ടോ. ഈ പാത്രത്തിലെ സ്വീറ്റ്നെസ്സും ക്രഞ്ചിനെസ്സും അതുപോലെ തന്നെ ഭയങ്കര സോഫ്റ്റും ആണ് കേട്ടോ. എന്തായാലും അടിപൊളിയാണ്. ഒരു തവണ നമ്മുടെ ലൈഫിൽ ട്രൈ ചെയ്യാവുന്നത് എന്തായാലും ഉണ്ട് കേട്ടോ ഇതിനകത്ത്. പിന്നെ നമ്മൾ വീട്ടിലിരുന്ന് അധികം സമയം കളയാതെ തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഇക്കാക്കാണെങ്കിൽ കാറിൽ നിന്ന് സാധനങ്ങൾ പെറുക്കുന്നതിനേക്കാൾ കൂടുതലാണ് കേട്ടോ ഈ ഒരു 2 വീലറിന്റെ ടിക്കിന്ന് സാധനങ്ങളും പെറുക്കി വരുന്നത്. ഹയാസിന് ഈ ഒരു ഡെസേർട്ട് അടിപൊളിയായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ തീരെ സമാധാനം ഉണ്ടായിരുന്നില്ല കേട്ടോ ഇത് കഴിക്കാനായിട്ട്. നമ്മുടെ വീട്ടിലെത്തിയിട്ടും എല്ലാവർക്കും ഷെയർ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഹയാസിന് കഴിക്കണം എന്നുള്ള ചിന്തയായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാവരും കൂടി വീണ്ടും ഇതൊക്കെ കഴിച്ച് പാത്രം അങ്ങോട്ട് കാലിയാക്കിയിട്ടുണ്ട്. സോ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. വീഡിയോ ഇഷ്ടമായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കണ്ട. നമുക്ക് എന്തായാലും അടുത്ത വീഡിയോ കാണാവേ. ടാറ്റാ ബൈ ബൈ, സീ യു.